തിരുവനന്തപുരത്താണ് കാട്ടാക്കടയിൽ യുവാവിനെ കുത്തിക്കൊന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എള്ളുവിള സ്വദേശി രാഹുലാണ് മരിച്ചത്. കിള്ളി രാജശ്രീ ഓഡിറ്റോറിയത്തിന് സമീപത്ത് വെച്ച് വാക്കുതർക്കമുണ്ടാവുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് കൊലപാതകം. 2 ദിവസം മുൻപ് ബാറിന് സമീപമുണ്ടായ ഒരു തർക്കം, ആ തർക്കമാണ് വഴിവെച്ചതെന്നാണ് കരുതുന്നത്. പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സാന്ത്വന സാജു ചേരുന്നു. വിശദാംശങ്ങൾ. സാന്ത്വന, ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയ സാഹചര്യം എന്താണ്? ഇതിലിപ്പോൾ പോലീസ് നടപടി എന്തായി? റോഷ്നി ഷിയാസ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 11 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം കാട്ടാക്കടയിൽ വെച്ച് ഇത്തരത്തിൽ ഒരു കൊലപാതകം ഉണ്ടാകുന്നത്. കാട്ടാക്കട എള്ളുവിള സ്വദേശിയായ രാഹുൽ, 24 വയസ്സുകാരനാണ്. രാഹുലാണ് ഒരു വാക്കുതർക്കത്തിന് പിന്നാലെ കുത്തേറ്റ് മരിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി 11 മണിക്ക് കാട്ടാക്കട കിള്ളി പ്രദേശത്തെ രാജശ്രീ ഓഡിറ്റോറിയത്തിന് സമീപത്ത് വെച്ച് ഈ മരണപ്പെട്ട രാഹുലും മറ്റൊരാളുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. അതിന് പിന്നാലെ തന്നെ ഈ പ്രതിയായിട്ടുള്ള ആള് കയ്യിലിരുന്ന താക്കോൽ ഉപയോഗിച്ച് രാഹുലിന്റെ വാരിയലിന് സമീപം കുത്തി പരിക്കേൽപ്പിക്കുകയും പിന്നീട് രാഹുല് മരിക്കുകയുമാണ് ചെയ്തത്. ഉടൻ ആ പരിസരത്തുണ്ടായിരുന്ന ആളുകൾ ചേർന്ന് ആദ്യം കാട്ടാക്കട തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കാണ് രാഹുലിനെ കൊണ്ടുപോയത്. അവിടെ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കാട്ടാക്കട പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിയും രാഹുലും തമ്മിൽ ചില വാക്കുതർക്കങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇവർ തമ്മിൽ 2 ദിവസങ്ങൾക്ക് മുൻപ് കാട്ടാക്കട തന്നെയുള്ള ഒരു ബാറിൽ വെച്ച് വാക്കുതർക്കം ഉണ്ടായിരുന്നു. അതിന്റെ പകയാണ് ഇന്നലെ വീണ്ടും വാക്കുതർക്കം ഉണ്ടാകുകയും പിന്നീട് കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ എന്തായാലും പോലീസിന് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ വിഴിഞ്ഞത്തെ ബാറിൽ വെച്ചൊരു തർക്കമുണ്ടാകുകയും അതിനുശേഷം ഒരു യുവാവിനെ നടു റോഡിൽ വെച്ച് അടിച്ചു കൊല്ലുകയും ചെയ്യുന്ന ദൃശ്യങ്ങളും ഞെട്ടിക്കുന്ന സംഭവം ഒക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ബാറിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തിന് പിന്നാലെ 24-കാരനായ മറ്റൊരു യുവാവിന് കൂടി നടു റോഡിൽ വെച്ച് ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. അന്ന് അവിടെ നിന്ന ആളുകളൊന്നും തന്നെ ഇയാളെ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നില്ല. പക്ഷേ ഇന്നലെ പരിസരത്ത് അധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും പോലീസിനും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. പ്രദേശത്തെ CCTV അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് എന്തായാലും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാള് നിലവിൽ കണ്ടെത്താനായിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. അയാളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തും പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് രാവിലെ നമ്മൾ കാട്ടാക്കട പോലീസുമായി ബന്ധപ്പെടുമ്പോൾ അവരും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അറിയേണ്ടത് ഈ പറഞ്ഞതുപോലെ തന്നെ ബാറിൽ വെച്ചുണ്ടായ തർക്കം തന്നെയാണോ ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് കണ്ടെത്തേണ്ടത്. 2 ദിവസം മുൻപ് രാഹുലും ഇത്തരത്തിൽ മറ്റൊരാളുമായി വാക്കുതർക്കം ഉണ്ടായതായുള്ള വിവരം എന്തായാലും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അയാൾ തന്നെയാണോ ഇനി കൊലപാതകി എന്നതടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും കണ്ടെത്തേണ്ടതുണ്ട്. രാഹുലിന്റെ മൃതദേഹം നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. ഇതിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സാന്ത്വന സാജുവാണ് വിശദാംശങ്ങൾ നൽകിയത്.